എബ്രായർക്കെതിരെ ലേഖനത്തിൽ പറയുന്നത്, വിശ്വാസത്താൽ നാം അറിയുന്നു ഈ കാണുന്ന ലോകം ദൃശ്യമായിട്ടുള്ള കാര്യത്തിൽ കണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, അദൃശ്യമായതും ദൈവത്തിൻ്റെ വായിന്ന് പുറപ്പെട്ട വാക്ക്. ദൈവത്തിൻ്റെ വായിന്ന് പുറപ്പെട്ട വാക്കിന് എത്രയും പവർ ഉണ്ടെങ്കിൽ നിങ്ങളും ഞാനും ദൈവത്തിൻ്റെ അവകാശിയും യേശുവിൻ്റെ കൂട്ടവകാശിയുമാണ്. അത്രയും പവർ തന്നെ ഉണ്ട് നിങ്ങളുടെയും എൻ്റെയും വാക്കിനും. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോടും പറയാം, നിങ്ങൾ പറയുന്നതിൻ്റെ അപ്പുറം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ല. നിങ്ങളുടെ ഭവനത്തിൽ ഭാര്യയും ഭർത്താവ് ഒന്നിച്ചിരിക്കുമ്പോൾ പ്രത്യാശയുടെ വാക്കുകളൊന്ന് പറഞ്ഞേ. ദൈവത്തെ ഭയപ്പെടുന്നവർ എന്ന് പറഞ്ഞാൽ സ്നേഹിച്ച് ബഹുമാനിക്കുന്നവർ, പിന്നെ അവരുടെ സംസാരം മുഴുവൻ സ്വർഗീയ കാര്യങ്ങളായിരിക്കും. സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് ഭൂമിയെ നോക്കണം. സ്വർഗത്തിലിരുന്ന് ഭൂമിയെ എങ്ങനെ നോക്കുന്നല്ലേ? മനസ്സ് രൂപാന്തരം പ്രാപിച്ച് സ്വർഗീയ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ഈ കാണുന്ന ചെറിയ കാര്യങ്ങളിലൊന്നും തലയെടുത്തില്ല. പടയ്ക്ക് ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവിത കാര്യങ്ങളിൽ കുടുങ്ങത്തില്ല. കാര്യം സ്വർഗസ്ഥലത്തിൽ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്നത്. നിങ്ങളുടെ സകല ചിന്ത പോലും അങ്ങോട്ട് പറഞ്ഞാൽ മതി. സ്വർഗീയ സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചാൽ മതി. അപ്പോൾ അലസന്മാരാകുമോ? ഇല്ല. കുറച്ചുകൂടെ ദൈവത്തിൻ്റെ വിശുദ്ധത്തെ നടക്കും.